അപ്പോൾ കുതിരകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കേസിതാണല്ലേ. വാവ്, നാളെ വന്നു കഴിഞ്ഞാൽ അടിപൊളി, ഇതിനെക്കാട്ടും സൂപ്പറായിട്ട് കാണും. ഇത് അടുത്തൊരു വെള്ളക്കുതിര വരുന്നുണ്ട്, വെള്ളക്കുതിര. വായ് ചാട് നോക്ക്. ഐ ഐ ചെറിയ കുട്ടിയാണ്. അടുത്ത ആൾ കയറുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കണമായിട്ട് ഒരു ഒട്ടകത്തിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ. ബാക്കിലെ വെള്ളക്കുതിരയാണ് ഇങ്ങനെ ബാക്ക് പൊങ്ങി ചാടിക്കൊണ്ടേ ഇരിക്കണം, എന്താണെന്നറിയില്ല ഫുൾ. അപ്പോൾ ഈ റോട്ടിലൂടെയാണ് കേസ് നാളെ രാവിലെ പരിശീലനമായാലും ഉച്ചയ്ക്ക് 2:30 കുതിരയോട്ടമൊക്കെ നടക്കുന്നത് ഈ തത്തമംഗലം ഈ അങ്ങാടി ഈ റോട്ടിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നാളെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഈ ഭാഗത്തേക്കൊന്നും ഈ റൂട്ടിലൂടെ ബസ്സൊന്നും ഓടില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തത്തമംഗലത്താണ് കേസ്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിരയൊക്കെ നാളെയാണല്ലോ നമ്മുടെ തത്തമംഗലത്തെ കുതിരവേല നടക്കുന്നത്, കുതിരയോട്ട മത്സരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേസ്. കുതിരവേല നാളെയാണ്. അപ്പോൾ കുതിരനെ പരിശീലിപ്പിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ കേസ് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് പോയി കുതിരകളൊക്കെ ഓടുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടെ കേസ്. അപ്പോൾ നാളെയാണ് തത്തമംഗലത്ത് അറിയപ്പെടുന്ന കുതിരവേല. അപ്പോൾ എല്ലാവരും വരും കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കേസ്. ഒരുപാട് എന്താ പറയുക, കുറേ വീടുകളൊക്കെ. അരങ്കൺ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര് കേട്ടോ, അരങ്കൺ റോഡ് തത്തമംഗലം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറേ എന്താ പറയുക കുതിരകൾ ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ കേസ്. ഓരോരുത്തരും അവരുടെ കുതിരകളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതല്ല വേറെ കണ്ടില്ലേ ഒരു കുതിര വഴി മുടക്കി നിൽക്കണമല്ലോ കേസ്, പോകാൻ മടിച്ചിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ, മുഖമൊക്കെ അടിപൊളിയായി നല്ല ഭംഗിയിലാണ് കുതിരകളെ കൊണ്ട് നടക്കുന്നത്. എത്തിയിട്ട കേസ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുതിരകൾ ഇങ്ങനെ അവർ കൊണ്ടുപോകണത് കേട്ടോ. പരിശീലിപ്പിക്കുകയാണ് നാളെ ഓട്ടത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് അത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഈ പോണവരെല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ഞങ്ങളൊന്നും ഇതുവരെ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ്. ഒരു കുളമൊക്കെ ഉണ്ട് സൈഡ്. ഓരോരുത്തർ ഓരോ കുതിരകൾ അതിനകത്ത് ഒട്ടകമൊക്കെ കാണുന്നത് എന്ത് അത് ഫാമാണ്. ഇത് ഫാമാണ് ചേച്ചി, ഇത് ആണോ? അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും കുതിരകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇതിനല്ലേ ഓരോ കുട്ടികളൊക്കെ കുതിരകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുതിരകളെ കാണാൻ പറ്റും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അല്ല വെറുതെ പേര് ആദിത്യ അല്ലേ. നാളെയാണ് ഇവിടെ കുതിര. ഇവിടെ വീട് ഇവിടെയാണ് അന്നെ കുതിരയോ മത്സരോ? ഓ എവിടെ വെച്ചിട്ട്? ഈ ഭാഗത്തായിരിക്കോ? മെയിൻ റോഡിലാണ്. ഓ വണ്ടി നിർത്താനൊന്നും പറ്റില്ല അല്ലേ? ഏതെങ്കിലും സൈഡ് വന്ന് നിൽക്കണം അല്ലേ? ഓക്കെ ശരിട്ടാ, കാണാട്ടാ. ശരി കാണട്ടാ. ഷിജു മിയോ എന്നാണ് പേര്. അപ്പോൾ ഒരുപാട് പേര് ഈ നേരത്തെ കുതിരയെ പരിശീലിപ്പിക്കുന്നത് കാണാൻ വരുന്നുണ്ട് കേട്ടോ കേസ്. ഇതാണല്ലേ ഒരാളൊരു കുതിരയും കൊണ്ട് പോകണ കണ്ടേ. ഇങ്ങനെ കുറേ കുതിരകൾ പോണ വഴി. ഇതാ കുഞ്ഞു കുതിര. ഇത് കുതിരയാണ്, കഴുതയാ. ഭയങ്കര അത് 2 ആൾ പിടിച്ചിട്ട് കേട്ടോ. നല്ല ഹൈറ്റുള്ള ഒരു കുതിരയാണ്. വാവ് സൂപ്പർ. ബാക്കിൽ നിന്ന് എടുക്കാം അല്ല ഫ്രണ്ടിൽ നിന്ന് തിരിഞ്ഞെടുത്താണ്. അപ്പോൾ ഇത് ചുങ്കമൊക്കു എന്ന് പറഞ്ഞ സ്ഥലമാണ് കേസ്. അടുത്ത ആൾ കയറുകയാണ് അല്ലേ. അപ്പോൾ കുതിരയെ ഇവിടെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കുതിരയോട്ട മത്സരത്തിൽ കുതിരകൾ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരത്താണ് വന്നിരിക്കുന്നത്. നാളെയാണ് കുതിരയോട്ടം കേട്ടോ, അങ്ങാടി വേല. അതായത് ശ്രീ വേട്ടക്കറുപ്പ സ്വാമി തുണ എന്നുള്ള ഒരു ക്ഷേത്രത്തിലെ അങ്ങാടി വേല 2025 അങ്ങാടി വേലയാണ്. ഏപ്രിൽ 19-ാം തീയതി മുതലാണ് തുടങ്ങിയത്. മെയ് 3 വരെ ഉണ്ട്. അപ്പോൾ നാളത്തെ ദിവസം അതായത് 26/4/2025 കുതിരവേലയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതിലൂടെയാണ് പോണത് കേട്ടോ. അങ്ങ് വരെ പോകും കുറേ ദൂരം. അവിടെ എല്ലാ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കുതിരകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കേസ്. ഇതാണല്ലേ, വാവ്. നാളെ വന്നു കഴിഞ്ഞാൽ അടിപൊളി, ഇതിനെക്കാട്ടും സൂപ്പറായിട്ട് കാണും. ഇത് അടുത്തൊരു വെള്ളക്കുതിര വരുന്നുണ്ട്, വെള്ളക്കുതിര. ആയ് ചാണ്ട് നോക്ക്. ഐ ഐ ചെറിയ കുട്ടിയാണ്. പോലീസ് ജീപ്പൊക്കെ വന്നുവിട്ട കേസ്. അപ്പം ഇനി ഓടിക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, നോക്കാം. അതായത് ആൾക്കാരൊക്കെ തിരിച്ചു പോകണമെന്ന് തോന്നുന്നു പോലീസ് വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഒന്നും പറ്റില്ല തോന്നുന്നു കേട്ടോ, അല്ലേ? അപ്പോൾ കേസ് ഞങ്ങൾ തിരിച്ചു പോകാണ്ട്. എന്തായാലും പോലീസുകാർ വന്നിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടൊക്കെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് കേസ്. അപ്പോൾ അത് അവർ സേഫ്റ്റിയുടെ ഭാഗമായിട്ടേ ഓടിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് പറഞ്ഞില്ല. കഴിഞ്ഞ തവണ ഈ കുതിരയോ ഓട്ട മത്സര സമയത്ത് ഒരു കുതിര ഓടിക്കുന്ന ഒരു പയ്യൻ ഹെൽമെറ്റ് ഇടാതെ ഓടിച്ചത് കൊണ്ട് വീഴുകയും മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇച്ചിരിയും കൂടി ഇവിടെ സ്ട്രിക്റ്റാണ്. എന്താണ്, അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം അത് വേണ്ട വെച്ചത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മിസ്സായി ഗൈസ്. എന്താ പറയുക, അടിപൊളി ഒരു കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് കേട്ടോ, നടന്നില്ല. ഇനി നാളെ രാവിലെ 7 മണിക്കൊക്കെ പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള, അതായത് മെയിനായിട്ടുള്ള ആളുകൾ വേണത് ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പോലീസുകാരൊന്നും നടത്താൻ പറ്റില്ല പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കാര്യമല്ല കേട്ടോ കേസ്. മെയിനായിട്ട് ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് ഇത് ഓടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരാണല്ലോ ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓരോ കുതിരയും തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിയിൽ നിന്നൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നതെന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. ഒക്കെ നേരെ കാണുന്ന ഒരു ഫാമാണ് കേട്ടോ, അതായത് കുതിരയും ഒട്ടകവും ഒക്കെ ഉള്ളൊരു ഫാമുണ്ട് നമ്മുടെ ഈ ഭാഗത്തായിട്ട് കേട്ടോ. അത് കാണിച്ചു തരാം, നേരെ കാണുന്നതാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങോട്ട് പോകാൻ പറ്റുമോ? എവിടെ? ഇന്ന് കാണാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റൂല അല്ലേ? നമ്മൾ എംഫോട്ടൊക്കെ വന്ന് കുതിരയൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുള്ള ഒരു ഫാമാണ് നമ്മുടെ തത്തമംഗലത്തുള്ള ഫാമാണ് കേട്ടോ. അവിടെ ഒട്ടകങ്ങളുണ്ട്, കുതിരയുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എംഫോട്ടൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുതിരയെ വാങ്ങിക്കൊണ്ട് പോകുന്ന, ഇവിടെ കുതിരയൊക്കെ ഓടിക്കുന്ന പരിശീലിക്കുന്ന ഒരു ഫാമുണ്ടല്ലോ, ആ ഫാമാണ് ഈ തത്തമംഗലത്തെ കാണുന്നത് കേസ്. അപ്പോൾ ഇതിനകത്ത് കുതിരകളെയൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? നല്ല അടിപൊളി കുതിരകളൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതാണ് ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അകത്ത് പോകാൻ പറ്റും, പക്ഷേ എന്താ പറയുക, ഇന്ന് ഫുള്ള് ഇവിടെയൊക്കെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല കേട്ടോ കേസ്. അയാളോട് ചോദിക്കട്ടെ പറ്റിയ. വാവ്, അങ്ങോട്ട് കൊണ്ടുപോകണ്ട ആ ഭാഗത്തേക്ക്. ഇതൊക്കെ വിട്. ഡാൻസ് കുതിരയാ, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ? വെള്ള ബാക്ക് പോങ്ങണു അല്ലേ? ആ കുതിര ഫുള്ള് ബാക്കിൽ നോക്ക്. എന്ത് ചോദിക്കും? അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കണ വേണ്ട ഒരു ഒട്ടകത്തിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലേ? ബാക്കിലെ വെള്ളക്കുതിരയാണ് ഇങ്ങനെ ബാക്ക് പൊങ്ങി ചാടിക്കൊണ്ടേയിരിക്കണം, എന്താണെന്നറിയില്ല, ഫുള്ള് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്ക് കുടയുണ്ട്, ബാക്കിൽ പോയി നിന്ന് ഒരു ചവിട്ട് കിട്ടും. അങ്ങോട്ട് പോകരുത് കേട്ടോ. ഈ ഒട്ടകത്തിന് അവർ മുഖത്ത് എന്തൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രവേശനമൊക്കെ ഉണ്ട്, 6 മണി വരെയൊക്കെ പോയി കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മളിന്ന് പോകുന്നില്ല, ഇന്നിവിടെ ഒരുപാട് ആളുകൾ ആയതുകൊണ്ട് അവർ തുറക്കുന്നില്ല കേട്ടോ. അല്ലേ, ഒട്ടകത്തിൻ്റെ മുഖത്ത് എന്തോ
ക്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളക്കുതിര ആളുകളെ കണ്ട് പേടിച്ചിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ അത് അപകടങ്ങളുമാണ്. ഒട്ടാ സൈസാണ് ഇത് കേട്ടോ. ഇത്രയും ജനങ്ങൾ ആ കുതിരയോട്ട മത്സരം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ട്രെയിനിങ് നടത്തുന്നത്. പക്ഷേ ഇന്നെന്താ പറയുക, അതിന് അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറേ പേരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഓടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഫാമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കുതിരയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേസ് ഇന്ന് കാണാൻ പറ്റിയത്. നമ്മൾ ഈ ഫാമൊക്കെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഫാം, കുതിരയും ഒട്ടകവും ഒക്കെ ഉള്ള ഫാമൊക്കെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യട്ടെ കേസ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ മേലെ 3 പേര് കയറിയിട്ട് കയറാനുള്ള മറ്റേ സീറ്റൊക്കെ ഇട്ട്, അവർക്ക് വേദനിക്കാണ്ടിരിക്കാനുള്ള സീറ്റൊക്കെ ഇട്ടിട്ട് അതിൽ 3 പേര് 2 കുട്ടികളെയൊക്കെ കൊണ്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ഇവരുടെ ഇത് ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാനും കുതിര പുറത്ത് കയറാനൊക്കെ പറ്റും. അപ്പോൾ അതിന് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സമയമുണ്ട് തോന്നുന്നുണ്ടോ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം. നാളെയാണ് അങ്ങാടി വേല, പ്രസിദ്ധമായ തത്തമംഗലം അങ്ങാടി വേല കേട്ടോ. മെയിനായിട്ട് ഈ കുതിര ഓട്ടം തന്നെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ആണല്ലോ ഒട്ടകം വരുന്നുണ്ടല്ലോ കേസ്. ആഹാ, അത് നടന്ന് വന്നുകൊണ്ടിരിക്കണ്ട. അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് കുറച്ച് ദൂരം അവർ അതിനെ നടത്താൻ കൊണ്ടുപോകണം. അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് 4 ആളുകളൊക്കെ കൊണ്ട് ഒട്ടകത്തിന് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം കേട്ടോ. നമുക്ക് വാവ്, അടിപൊളി ഉള്ളൊരു കാല് ഒപ്പാ. അപ്പോൾ ഉള്ള കേസ് ഒട്ടകവും കുതിരയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. കുതിര മത്സരം, ഓട്ട മത്സരത്തിൻ്റെ ട്രെയിനിങ്ങുള്ള സ്ഥലമാണ്. പക്ഷേ അത് പോലീസ് അനുമതി കൊടുക്കാത്തതുകൊണ്ട് അവരിപ്പോൾ ഇത് വേറെ ഫാമിത്തെയാണ് കേട്ടോ. ഫാമിത്തെ ഒട്ടകവും കുതിരകളുമാണ്. അപ്പോൾ എന്തായാലും എംപോർട്ടൊക്കെ വന്ന ഫാമാണ് കേസ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. അവിടെയാണ്. അപ്പോൾ ഈ റോഡിലൂടെയാണ് കേസ് നാളെ രാവിലെ പരിശീലനമായാലും ഉച്ചയ്ക്ക് 2:30 കുതിരയോട്ടമൊക്കെ നടക്കുന്നത് ഈ തത്തമംഗലം ഈ അങ്ങാടി ഈ റോട്ടിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നാളെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഈ ഭാഗത്തേക്കൊന്നും ഈ റൂട്ടിലൂടെ ബസ്സൊന്നും ഓടില്ല. എന്താണ് നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷമൊക്കെ വണ്ടി ഓടില്ല എന്ന് തോന്നുന്നത്. രാവിലെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേസ് ഇങ്ങനെ ഈ അങ്ങാടി വേല ഈ ഭാഗത്തൂടെയൊക്കെ വരുന്നത്. അപ്പോൾ അടിപൊളി എന്താ പറയുക, അങ്ങാടി വേല അത്രയും ഫേമസ് ആയിട്ടുള്ളതാണെന്ന് ഇപ്പോഴാണ് കേസ് അറിഞ്ഞത്. ഈ നേരെ കാണുന്ന അമ്പലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ വേലൻ്റെ തുടക്കങ്ങളൊക്കെ കേട്ടോ. നോക്ക് തത്തകൾ, ഹായ്, നല്ല ഭംഗിയില്ല. ഇവിടെ ഉത്സവത്തിൻ്റെ തിരക്കുകളൊക്കെ തുടങ്ങിയിട്ടായി. ശ്രീ വേട്ടയ്ക്കറുപ്പൻ സ്വാമി ടെമ്പിളാണ്. കുതിരയെ ഇവിടെ കൊണ്ട് ആദ്യം കാണില്ല കേസ്. ഇവിടെ തൊഴുതിക്കാൻ വേണ്ടി കൊണ്ടുകൊണ്ടിരിക്കാനുള്ള കുതിര. അടിപൊളിയല്ലേ? ഇപ്പോൾ തത്തമംഗലം ബസ് സ്റ്റാൻഡ് ഇവിടം വരെയൊക്കെ ഓട്ടം ഉണ്ടാവട്ടെ കേസ്. അപ്പോൾ എന്തായാലും എന്താണ് പറ്റണവരൊക്കെ വരിക. അങ്ങാടി കുതിരവേല കാണേണ്ട ഒരു കാഴ്ചയുണ്ട് കേസ്. നമ്മൾ പല വേലകളും കണ്ടിട്ടുണ്ട്. കുതിരവേല എന്നൊക്കെ പറയുന്നത് ഈ തത്തമംഗലത്തൊക്കെ നടക്കുന്ന മെയിനായിട്ടുള്ള വേലയാണ്. ഒരു കുതിരയ്ക്ക് തന്നെ 50,000 60,000 ഒക്കെ കൊടുത്തിട്ടാണ് അവർ ഊട്ടിയിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് കേസ്. അത്രയധികം എന്താ പറയുക ഫേമസ് ആണ്. അതിൻ്റെ എന്തൊരു ഐതിഹ്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയുന്ന പോലെ ചെറിയ രീതിയിലാണ് കേസ് ഞാൻ പറയുന്നത്. എനിക്കിതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഈ കുതിരവേലയെക്കുറിച്ച് തത്തമംഗലത്തോ
ഈ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.